ഒരു പ്രോഗ്രാമിന് ഞാൻ വന്നതാണ്. അപ്പോഴാണ് ഞാനിവിടെ ഒരു സാധനം കണ്ടത്. ഇത് ഇവിടെ ഒരു പരസ്യത്തിൽ കാണിച്ചായിരുന്നു, ഷീലാമാമിന്റെ പരസ്യത്തിലല്ലേ? അതെ അതെ. തയ്യലും എംബ്രോയിഡറിയും ഇനി ഒറ്റ മെഷീനിൽ തന്നെ ചെയ്യാം. ഉഷയുടെ ജെനോമി സ്കൈലൈൻ S9 കുറിച്ച് എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? ഇത് നമ്മുടെ ഉഷ ജെനോമിയുടെ മെമ്മറി ക്രാഫ്റ്റിന്റെ സ്കൈലൈൻ S9 എന്ന് പറയുന്ന മെഷീനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആണ്. നോർമൽ സ്റ്റിച്ചിങ് ചെയ്യാം, എംബ്രോയിഡറിയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഏതൊരു വീട്ടമ്മയ്ക്കും മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞ പോലെ ചെയ്യാനും പറ്റുന്ന എംബ്രോയിഡറി. നമുക്കപ്പോ ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇട്ട് കൊടുക്കാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസൈൻസ് ചെയ്യാം. നമുക്ക് സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്തതിനു ശേഷം ഇട്ട് കൊടുക്കാം, പെൻഡ്രൈവിലാക്കിയിട്ട്. അല്ലാതെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഇതിലുണ്ട്. അപ്പൊ ഇവിടെ ഒരു മെഷീനും കൂടെ ഉണ്ട്. ഇത് ഒരുപോലത്തെ മെഷീനാണ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, ഇത് നമ്മൾ എംബ്രോയിഡറി മാത്രം ചെയ്യുന്ന മെഷീനാണ്. ഇതിൽ 4 ഫ്രെയിം ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. ഇതില് സ്കാലപ്പ് ഒക്കെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. 4 ഫ്രെയിം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ലോഗോ ചെയ്യുന്ന ഫ്രെയിം ഉണ്ട്. അതുകൂടാതെ ചെറിയ നെക്ലൈൻ ചെയ്യുന്ന ഇതുണ്ട്. സ്കാലപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകതരം സാധാ സ്റ്റിച്ചിങ് പറ്റത്തില്ല. ഉള്ളി എംബ്രോയിഡറി ഒരു ഡിസൈൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രെയിമിന്റെ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഈ ഏരിയയിൽ പറ്റത്തില്ല, ഇത് സെന്റർ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് എഡിറ്റ് മോഡിൽ പോയിട്ട് നമ്മൾ ഡിസൈൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ഇത് വരും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടണിൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ സമയം കൊണ്ട് ഈ വർക്ക് കഴിഞ്ഞു. ഞാൻ മണിക്കൂറുകൾ കൊണ്ട് തീർക്കുന്ന വർക്കാണ്. ഇവിടെ 5 മിനിറ്റ് പോലും എടുത്തില്ല, അതിന് മുന്നേ വർക്ക് കഴിഞ്ഞു. ഇത് മെഷീൻ എംബ്രോയിഡറി ചെയ്താണ്? അതെ അതെ, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനിൽ ചെയ്തതാണ്. ഈസ്റ്ററിനോടനുബന്ധിച്ച് ചെയ്ത ഈസ്റ്റർ എഗ്സ് ആണിത്. നമ്മള്